നമ്മുടെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ NRIs ഉള്ളതെന്നാണ് ഒരു ഇത്. അപ്പം നമ്മുടെ പല NRIസും വർഷങ്ങൾ ഗൾഫിൽ വർക്ക് ചെയ്യുന്നവരാണ്. പക്ഷെ അവർ കേരളത്തിലേക്ക് തിരിച്ചു പോരേണ്ട ഒരു സമയം വരുമ്പോൾ, ഒരു അവസ്ഥ വരുമ്പോൾ അവരൊക്കെ വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടാണ് തിരിച്ചു വരുന്നത്. പലർക്കും വലിയ സേവിങ്സ് ഒന്നുമില്ല. അപ്പോൾ എന്തുകൊണ്ട് ഇത് സംഭവിക്കും? നമ്മുടെ കേരളം അല്ലെങ്കിൽ നമ്മുടെ മലയാളികൾ നമ്മൾ വളർന്നത് തന്നെ ഈ NRI എമൗണ്ട് കൊണ്ടാണ്. നമ്മുടെ പല വീടുകളിൽ നിന്നും ഗൾഫിൽ ജോലി ചെയ്യുന്നവരുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ഈ NRIസിന് അല്ലെങ്കിൽ ഈ ഗൾഫ് മലയാളീസിന് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിന് പല കാരണങ്ങളുണ്ട്. പലരും NRI ആയിരുന്ന സമയത്ത് അല്ലെങ്കിൽ ഗൾഫിലായിരുന്ന സമയത്ത് ചെയ്ത പല ക്യാഷ് ഫ്ലോയിലുണ്ടായ പല തെറ്റുകൾ, ഇൻവെസ്റ്റ്മെന്റിൽ ഉണ്ടാക്കിയ പല തെറ്റുകൾ, അസറ്റ് ക്രിയേഷനിൽ അവരുണ്ടാക്കിയ പല മിസ്റ്റേക്കുകൾ, ചില തെറ്റായ ഫിനാൻഷ്യൽ ഡിസിഷന്, അവയൊക്കെയാണ് ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മിക്ക മലയാളികളും മിക്ക ഗൾഫുകാരും ചെയ്യുന്ന ഒരു 9 മിസ്റ്റേക്കുകളാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ വിദേശത്ത് ജോലി ചെയ്യുന്ന മലയാളിയാണോ എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ കണ്ടിരിക്കണം. വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക, ബെല്ലൈക്കണും എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ മിസ്റ്റേക്സ് എന്താണെന്ന് പെട്ടെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ മിസ്റ്റേക്കാണ് വലിയൊരു വീട് പണിയുക എന്നുള്ളത്. എല്ലാ മലയാളിയുടെ ഒരു ആഗ്രഹമാണ് അല്ലെങ്കിൽ അത്യാഗ്രഹമാണ് ഒരു 2 നില വലിയൊരു വീട് പണിയുക എന്നുള്ളത്. 2500 സ്ക്വയർ ഫീറ്റിൻ്റെയൊക്കെ അടിപ്പിനൊരു വീട് പണിയുക എന്നുള്ളത്. പലപ്പോഴും ഇത് പണിത് കഴിയുന്നതോടുകൂടി തന്നെ പല NRIസിൻ്റെയും ബാങ്ക് ബാലൻസ് 0 ആവുകയും വലിയൊരു കടത്തിലേക്ക്, ചിലപ്പോൾ ഒരു ഹൗസിംഗ് ലോൺ വരെ എടുത്തു വെച്ചാണ് നമ്മൾ ഈ വീടൊക്കെ പണിയുന്നത്. ഒന്ന് ഓർത്ത് നോക്കി, നമ്മൾ അതിൻ്റെ പകുതി ചെലവിന് നമ്മളൊരു വീട് പണിയുകയാണെങ്കിൽ ബാക്കി പകുതി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയും വേഗം റിട്ടയർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ ഭാരമില്ല, ഈ ടെൻഷനില്ല, ഈ സ്ട്രെസ് ഇല്ല. ഈ ഇത്രയും വലിയൊരു വീട് വെച്ച് അതിൻ്റെ ഭാവിയിൽ ഫ്യൂച്ചറിൽ ഉണ്ടാകാൻ പോകുന്ന എക്സ്പെൻസുകൾ, ചെലവുകൾ, മെയിൻ്റനൻസ് ചെലവുകൾ, ഇതിൻ്റെ ടാക്സ്, ഇത് ഒരു 4-5 കൊല്ലം കഴിയുമ്പോൾ ഇതൊന്ന് പെയിന്റ് അടിക്കണമെന്ന് വെച്ചാൽ തന്നെ ഒരു 6-7 ലക്ഷം രൂപയാകും. അപ്പം ഇതൊന്നും ആദ്യം ചിന്തിക്കത്തില്ല. നമ്മൾ ഏറ്റവും വലിയ ഹൗസിംഗ് ലോണും അവിടുന്ന് ഇവിടുന്ന് കടം മേടിച്ചും നമ്മുടെ ഉള്ള സ്വർണം പണയം വെച്ചും ഒക്കെ നമ്മളൊരു 50-60 ലക്ഷം രൂപയ്ക്ക് ഒരു വീടങ്ങ് വെക്കും. എന്നിട്ട് പറയുന്നൊരു ന്യായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലല്ലേ വീട് വെക്കത്തുള്ളൂ. അതിൻ്റെ ജീവിതത്തിൽ 2 വർഷം വീട് വെച്ച് ആരെങ്കിലും പോലീസ് പിടിക്കും. നമ്മൾ ആദ്യം ഒരു കുഞ്ഞു വീട്, ഒരു 1000 സ്ക്വയർ ഫീറ്റ് വരെ മാത്രമുള്ള ഒരു കുഞ്ഞു വീട് വെച്ച് പിന്നെ നമ്മൾ ഫിനാൻഷ്യലി ഗ്രോ ചെയ്യുമ്പോൾ, ഫിനാൻഷ്യലി നമ്മൾ നല്ലൊരു ലെവലിലോട്ടൊക്കെ മാറി കഴിയുമ്പോൾ നമുക്ക് വേറൊരു വീടുകൂടെ വെക്കാൻ പറ്റുന്ന ഒരു സ്റ്റെബിലിറ്റിയിലൊക്കെ എത്തിച്ചേരുമ്പോൾ നമുക്ക് വേറൊരു രണ്ടാമത്തെ ഒരു വീടിനെ പറ്റി ആലോചിക്കാവുന്നതേ ഉള്ളൂ. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് പല മലയാളീസിനും ഇവിടുന്ന് NRI ലൈഫ് നിർത്തി നാട്ടിലേക്ക് പോകാൻ കഴിയാത്തത്. കാരണം അവരുടെ ഒരു വലിയൊരു ഹൗസിംഗ് ലോണൊക്കെ അവരുടെ ഇങ്ങനെ പെൻഡിങ് കിടക്കുകയാണ്. അത് തീർക്കാതെ എങ്ങനെ പോകാൻ പറ്റും? രണ്ടാമത്തെ റീസണാണ് സ്റ്റാർട്ടിങ് എ ബിസിനസ് എന്നുള്ളത്. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലതാണ്, പക്ഷെ അതിനെപ്പറ്റി അധികം ഒന്നും പഠിക്കാതെ, അതിനെപ്പറ്റി കാര്യമായ ഗ്രാഹ്യമൊന്നുമില്ലാതെ ഒരു വലിയൊരു ഹ്യൂജ് എമൗണ്ട് ഒരു ബിസിനസ്സിൽ കൊണ്ടിടുന്നു. അത് ചിലപ്പോൾ പലപ്പോഴും അവിടെ സ്റ്റക്കായി കിടക്കുന്നു. അതിൽ നിന്ന് ഇൻകം ഉണ്ടാകുന്നില്ല, നല്ലൊരു ക്യാഷ് ഫ്ലോ ഉണ്ടാകുന്നില്ല. ആകെ കയ്യിലുണ്ടായിരുന്ന എമൗണ്ട് മുഴുവൻ അതിനകത്ത് കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്തു. കാരണം പലപ്പോഴും ഇങ്ങനെ ഗൾഫിലായിരിക്കുമ്പോൾ നാട്ടിൽ മാർക്കറ്റിൽ എന്താണ് നടക്കുന്നത്, അവിടെ എന്താണ് ഇപ്പോഴത്തെ ട്രെൻഡ് എന്നൊന്നും അറിയത്തൊന്നുമില്ല. അപ്പം അങ്ങനെ അറിയാതെ ഒരു ഹ്യൂജായിട്ടുള്ള എമൗണ്ട് കൊണ്ടുവന്ന്, അല്ലെങ്കിൽ കയ്യിലുള്ള മൊത്തം എമൗണ്ട് കൊണ്ടുവന്നൊരു ബിസിനസ്സിൽ അങ്ങ് ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതിനകത്ത് സ്റ്റക്കായി കിടക്കുന്നു. സോ മാർക്കറ്റിനെ പറ്റി നല്ലപോലെ പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന മേഖലയെ പറ്റി നല്ല രീതിയിൽ പഠിക്കുക, നോളജ് എടുക്കുക, എന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. മൂന്നാമത്തെയാണ് കടം കൊടുക്കുന്നത്. ഗൾഫുകാരുടെ നിന്ന് പലരും, ഗൾഫുകാരായി കഴിയുമ്പം അവരുടെ നിന്ന് പലരും അന്ന് കടം മേടിച്ചുകൊണ്ട് പോകും. ഫ്രണ്ട്സ് ആകാം, റിലേറ്റീവ്സ് ആകാം, ക്ലോസ് റിലേറ്റീവ്സ് ആകാം, പലരും വഴിയെ പോകുന്ന എല്ലാവരും കടം ചോദിക്കും. ആരും അങ്ങനെ പ്രത്യേകിച്ച് ഇതിനകത്ത് ഇതൊന്നുമില്ല. കാരണം ഗൾഫുകാരാണോ എന്നറിഞ്ഞു കഴിഞ്ഞാൽ പലരും വന്ന് കാശ് ചോദിക്കും. 500, 1000, പിന്നെ തുക ഇങ്ങനെ കൂടി പോയിക്കൊണ്ടിരിക്കും. ബുദ്ധിയുള്ളവന്മാർ വന്നിട്ട് 500, 1000 മേടിച്ചുകൊണ്ട് പോകുന്നത്. അതാകുമ്പോൾ പിന്നെ ഗൾഫുകാരൻ തിരിച്ചു ചോദിക്കത്തില്ലല്ലോ. മനസ്സിലായി? അങ്ങനെ അനേകം പൈസ പോകുന്നവരുണ്ട്, വലിയ തുക പോകുന്നവരുമുണ്ട്. നമ്മുടെ അനിയന്മാരാകാം, ചേട്ടന്മാരാകാം, ഏറ്റവും ക്ലോസ് റിലേറ്റീവ്സ് ആണ്. അപ്പോൾ ഇവർ വന്ന് ചോദിക്കുന്നുണ്ട് എങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് എന്ന് വിചാരിച്ച് കൊടുക്കുന്നവരുമുണ്ട്. ലക്ഷങ്ങൾ കൊടുക്കുന്നവരുണ്ട്. വീട് പണിയാണ്, കുറച്ച് നാളത്തേക്ക് പൈസ വേണമെന്നൊക്കെ ചോദിച്ച് പിന്നെ ഈ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഈ പുള്ളി നിരന്തരം കൊടുത്ത ആളുടെ പുറകെ നടക്കേണ്ടി വരും. ഏറ്റവും അവസാനം അവരുമായിട്ടുള്ള ബന്ധവും അലമ്പാകും, പൈസയും കിട്ടത്തില്ല. ഇതിൻ്റെ പുറകെ നടന്ന് ഇതിൻ്റെ ടെൻഷനും അടിച്ച് നമ്മൾ ഒരു വിധത്തില്ല. അപ്പോൾ അനാവശ്യമായിട്ട് ആർക്കും പൈസ കൊടുത്ത് സഹായിച്ച് വെറുതെ കുരുക്കിലാകാതിരിക്കുക. അതൊക്കെ എങ്ങനെ ഒഴിവാക്കി വിടണമെന്നുള്ളത് നിങ്ങൾ വളരെ ബുദ്ധിപൂർവ്വം ആലോചിച്ച് നടപ്പിലാക്കുക. നാലാമത്തെ കാര്യമാണ് ഡെഡ് അസറ്റ് ട്രാപ്പ്.
അതായത് ഡെഡായിട്ടുള്ള അസറ്റിൽ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്ത് അതിന് ട്രാപ്പായി പോകും. അതിൽ നമ്മൾ മലയാളീസ് ഗൾഫുകാർ മെയിനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന രണ്ടെണ്ണമാണ്. ഒന്ന് ഗോൾഡും, രണ്ടാമത്തെ റിയൽ എസ്റ്റേറ്റും. ഗോൾഡ് ആക്ച്വലി അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്, പക്ഷെ അത് നേരായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ശരിയായിട്ടുള്ള രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലാതെ ഗോൾഡ് ഓർണമെന്റ്സ് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് ഒരാളിൽ കൂടുതൽ മേടിച്ച് വെക്കുന്നത് അതൊരു ഡെഡായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്. അത് നമ്മൾ കയ്യിൽ ഇങ്ങനെ വെക്കാമെന്നുള്ളതല്ലാതെ അതിനകത്തൊന്നും നമുക്ക് ഇൻകം ഒന്നും ജനറേറ്റ് ആകുന്നില്ല. ഇത് വിറ്റാൽ തന്നെ ഇതിന് അനേകം അതിന്റെ പണിക്കൂലി, മറ്റുള്ള കൂലി, അത് ഇതെന്ന് പറഞ്ഞുകൊണ്ട് കയ്യിൽ നിന്ന് പോകും. പലപ്പോഴും നമ്മളിത് സൂക്ഷിക്കാൻ വേണ്ടി നമുക്കിത് ലോക്കർ വാടകയ്ക്ക് എടുക്കേണ്ടി വരും, ലോക്കറിന്റെ എമൗണ്ട് കൊടുക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെയാണ് റിയൽ എസ്റ്റേറ്റും. നമ്മൾ പലരും പോയി ഗൾഫിലൊക്കെ കഴിയുമ്പോഴത്തേക്ക് അവിടെ ഇവിടെയും പലയിടങ്ങളിലായിട്ട് പല ഭൂമി മേടിച്ച് കൂട്ടും. പക്ഷെ ഇതിൽ നിന്നൊന്നും ഒരിക്കലും ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കത്തില്ല. ഇതെപ്പോഴും ഒരു ബാധ്യതയായിട്ട് അവിടെ കാട് മൂടി കിടക്കുകയും ഇതിൽ നിന്ന് ഒരു വരുമാനം കിട്ടാതാവുകയും, പലരും ചിലയിടത്തൊക്കെ ചില കടമുറികളൊക്കെ പണിതിടും, അതിനകത്ത് ആളെ കിട്ടത്തുമില്ല. ഏറ്റവും അവസാനം ഇതൊരു ബാധ്യതയായി കാട് പിടിച്ച് അവിടെ കിടക്കുകയാണെന്നുള്ളതാണ്. അപ്പൊ നമ്മൾ മലയാളീസ് വിചാരിച്ചിരിക്കുന്നത് ഈ റിയൽ എസ്റ്റേറ്റും ഈ ഗോൾഡും അല്ലെങ്കിൽ ഈ വസ്തുവും ഈ ഗോൾഡും മേടിച്ച് വെക്കുന്നത് മാത്രമാണ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് എന്നുള്ളതാണ്. ഇത് പലപ്പോഴും ഇത് ഇൻവെസ്റ്റ്മെന്റ് ആണ്, എങ്കിലും ഇതിൽ നിന്ന് നമുക്ക് മന്ത്ലി ഇൻകം ഒന്നും ജനറേറ്റ് ചെയ്യാൻ പറ്റാറില്ല. അതുപോലെ ഈ വസ്തുവൊക്കെ ആണെങ്കിൽ തന്നെ നമുക്കിത് പെട്ടെന്ന് വിറ്റ് ക്യാഷ് ആക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വിൽപ്പനയൊന്നും നടക്കത്തില്ല. ചിലപ്പം 3 മാസം 6 മാസമൊക്കെ എടുക്കും. ഇപ്പം പലയിടങ്ങളിലും, കേരളത്തിൽ പലയിടങ്ങളിലൊക്കെ വർഷങ്ങൾ എടുത്തിട്ട് പോലും വസ്തു വിറ്റ് പോകാത്ത അവസ്ഥകളുമുണ്ട്. അഞ്ചാമത്തെയാണ് സ്റ്റാറ്റസിന് വേണ്ടിയിട്ട് നമ്മൾ ഒത്തിരി പണം പൊടിക്കുന്നത്, ലാവിഷായിട്ട് ചിലവാക്കുന്നത്. അതായത് ഈ വെഡ്ഡിങ് ആകാം, ഈ വെഡ്ഡിങ്ങിനൊക്കെ ഒത്തിരി പൈസ നമ്മൾ മുടക്കുന്നുണ്ട്. ഡൗറിയാകാം, അതുപോലെ വെഡ്ഡിങ്ങിന്റെ റിസപ്ഷന് വേണ്ടിയിട്ടും മറ്റുള്ള പല കാര്യങ്ങൾക്കും വേണ്ടി അനേകം പൈസ സ്റ്റാറ്റസ് കാണിക്കാൻ വേണ്ടിയിട്ട്. വീട് വെക്കുമ്പോൾ നമ്മൾ മലയാളത്തിനകത്ത് ഈ 2000 സ്ക്വയർ ഫീറ്റ് കുറച്ചുള്ള വീട് പണിത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 10 ലക്ഷത്തിൽ താന്നുള്ള വണ്ടി മേടിച്ചു കഴിഞ്ഞാൽ എന്തോ നാണക്കേടാ, മോശമാണ്, അയ്യോ ഞാനൊരു ഗൾഫുകാരനല്ലേ, ഞാൻ ഇതിൽ കുറച്ചുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് എൻ്റെ ഒരു സ്റ്റാറ്റസിനെ ബാധിക്കും, എനിക്കൊരു അഭിമാന ക്ഷതം ഉണ്ടാക്കും എന്നൊക്കെയുള്ള ഒരു ചിന്താഗതി ഉണ്ട്, ഒരു തെറ്റായ ചിന്താഗതി, ഒരു ദുരഭിമാനം എന്നൊക്കെ വേണേൽ പറയാം. അപ്പം അതുമൂലവും അനേകം നഷ്ടങ്ങൾ NRIസിന് ഉണ്ടാകാറുണ്ട്. ആറാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഴഞ്ചനായിട്ടുള്ള ഈ ചിട്ടി, കുറി തുടങ്ങിയ കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഈ കുറി, ചിട്ടി എന്നൊക്കെ പറയുന്നത് അവരുടെ ഒരു പഴഞ്ചൻ സമ്പ്രദായമാണ്. അതൊക്കെ ഒരു ഔട്ട് ഓഫ് ഫാഷൻ ആയിപ്പോയി. ഫാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കാട്ടിലും വരുമാനം കിട്ടുന്ന, ഇൻകം കിട്ടുന്ന പല മേഖലകൾ ഇപ്പോൾ ഉണ്ട്. ഷെയർ ആകാം, മ്യൂച്വൽ ഫണ്ട് ആകാം. ഷെയർ ആൻഡ് മ്യൂച്വൽ ഫണ്ട് എന്നൊക്കെ പറയുന്നത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10, 12, 15% മിനിമം റിട്ടേൺ ഇയർലി കിട്ടുന്നതാണ്. അപ്പം ഒരു റിട്ടേണും ഒന്നും കിട്ടാത്ത ഈ കുറി ചിട്ടിയിലൊക്കെ കൊണ്ട് പൈസ ഇട്ടേച്ച് പലരും ഇത് ഭയങ്കര എന്തോ വളരെ ഇത് ഇൻകമാണ്, അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് നമ്മളിത് നമ്മുടെ പേരൻസ് ഒക്കെ ഇത് തുടർന്ന് വന്നുകൊണ്ടിരുന്നതാണ്, അതുകൊണ്ട് ഇതാണ് ഏറ്റവും വിശ്വാസം എന്നുള്ളതൊക്കെ കരുതി അതിനകത്ത് ഇടുകയും, പലപ്പോഴും ഈ കുറിയും ചിട്ടിയൊക്കെ പിടിക്കാൻ ചെല്ലുമ്പോഴാണ് ഇതിന്റെ തലവേദന വരുന്നത്. 2-3 ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ വേണം, ഇന്നത് വേണം, അന്നത് വേണം, പല പല നിബന്ധനകളാണ് ഇവർക്ക്. പിന്നെ അതിനകത്ത് കാര്യമായ റിട്ടേൺസ് ഒന്നുമില്ല. FD കിട്ടുന്ന റിട്ടേൺ പോലും ഈ ഇതിനകത്തൊന്നും കിട്ടുന്നില്ല. പിന്നെ എന്തുകൊണ്ട് ഈ പലരും ഇതിനകത്ത് ഇത് ഇപ്പോഴും തുടരുന്നു, അല്ലെങ്കിൽ ഇതിന് താല്പര്യം കാണിക്കുന്നു എന്നുള്ളതാണ് വളരെ ഒരു ആശ്ചര്യം. ഏഴാമത്തെയാണ് സിംഗിൾ ഇൻകം സോഴ്സ്. അതായത് ഒരു ഗൾഫിൽ ഒരാൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ ഒരാളുടെ ഒരു ഇൻകത്തിലായിരിക്കും ഫാമിലി മുഴുവൻ കഴിഞ്ഞു പോകുന്നത്. വേറെ ആ കുടുംബത്തിൽ ആർക്കും, അല്ലെങ്കിൽ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ ഭർത്താവിനോ ഒന്നും ജോലി കാണത്തില്ല. ഭാര്യയാണെങ്കിൽ ഗൾഫിനെങ്കിൽ ഭർത്താവിന് ജോലി കാണത്തില്ല, ഭർത്താവാണ് ഗൾഫിനെങ്കിൽ ഭാര്യയ്ക്ക് ജോലി കാണത്തില്ല. അപ്പൊ ഈ ഒരാളുടെ ഒരു ഗൾഫിൽ നിന്നുള്ള ഒരു വരുമാനത്തിൽ ഇത് മുന്നോട്ട് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്ട്രഗിള് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഫ്യൂച്ചറിൽ വലിയ ഗ്രോത്ത് ഒന്നും കാണത്തില്ല, സേവിങ്സ് ഒന്നും കാണത്തില്ല, ഇൻവെസ്റ്റ്മെന്റ് ഒന്നും കാണത്തില്ല. അപ്പൊ അറിയാമല്ലോ. സോ എട്ടാമത്തെയാണ് ഇൻഫ്ലമേഷനെ നമ്മൾ ഇഗ്നോർ ചെയ്യുന്നത്. അതായത് വിലക്കയറ്റം നമുക്ക് ഗൾഫ് മണി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ വിചാരം എന്ന് പറഞ്ഞാൽ എന്നും ഇതിങ്ങനെ ഈ വരുമാനം കാണും, അതുള്ളതുകൊണ്ട് നമുക്ക് ഇത് ഇൻഫ്ലേഷൻ ഒന്നും കാര്യമല്ല, വിലക്കയറ്റം ഒന്നും കാര്യമല്ല, വില കൂടിയാലും കാര്യമില്ല, എത്ര രൂപയായാലും കാര്യമില്ല, നമ്മൾ ക്യാഷ് കൊടുക്കുന്നു, മേടിക്കുന്നു എന്നുള്ള ചിന്താഗതിയൊക്കെ നല്ലതാണ്. അപ്പൊ FDയിൽ അല്ലെങ്കിൽ സേവിങ്സ് ബാങ്കിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുമുണ്ട്. കാരണം ഗൾഫിൽ നിന്ന് വരുന്ന നമ്മൾ NRIs മണി വന്ന് FDയിൽ മാത്രം ഇട്ടേച്ച് FDയിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7%, 8% ഒക്കെയാണ്. അത്ര തന്നെയാണ് ഇൻഫ്ലമേഷൻ ഉള്ളത്. അതായത് നിങ്ങൾക്ക് കിട്ടുന്ന ആ തുക തന്നെ ഇൻഫ്ലമേഷൻ വഴി നിങ്ങൾക്ക് വേറെ വഴി പോകുന്നു. നിങ്ങളുടെ ഈ അസറ്റ് ഒരിക്കലും വളരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഇടുന്ന ആ എമൗണ്ട് ഒരിക്കലും വളരുന്നില്ല. അപ്പൊ NRIs എപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല മേഖലകളിൽ ഇൻവെസ്റ്റ് ചെയ്യണം, മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം,
FD നിങ്ങൾക്ക് സേഫായിട്ട് കുറച്ച് എമൗണ്ട് മാത്രം നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. മ്യൂച്വൽ ഫണ്ട് ഷെയറുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം. മറ്റ് റെന്റൽ ഇൻകം എന്തെങ്കിലും ജനറേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്തരത്തിലൊരു റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് നല്ലതാണ്. റെന്റൽ ഇൻകം പക്ഷെങ്കിൽ നമുക്ക് ഒരു പക്ക ആയിരിക്കണം. പിന്നെ ഡിജിറ്റൽ ഗോൾഡാണ് വളരെ വേറൊരു നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. 9ാമത്തേതാണ് കൂടുതൽ EMI ലോണുകൾ എടുക്കുക എന്ന് പറയുന്നത്. അതായത് നമ്മൾ NRI സ്റ്റാറ്റസ് ആയി കഴിയുമ്പോൾ നമുക്ക് ഈ ബാങ്കുകാർ ഇങ്ങനെ ലോൺ തരാനുള്ള അവർ വളരെ റെഡിയാണ്. കാർ ലോൺ തരും, ഹൗസിംഗ് ലോൺ തരും, പേഴ്സണൽ ലോൺ വേണ്ടി തരും, ക്രെഡിറ്റ് കാർഡ് തരും. അപ്പം പലതരത്തിൽ നമുക്ക് ലോണുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ ഈ ലോണുകളെല്ലാം തിരിച്ച് നമ്മൾ ഒരാൾ തന്നെ അടയ്ക്കണമെന്നുള്ളൊരു ചിന്ത നമുക്ക് വേണം. നമുക്കുണ്ടാകുന്ന ഈ സാലറിയിൽ മുഴുവൻ ലോൺ അടയ്ക്കാനുള്ള ഇതായിട്ട് തന്നെ അങ്ങ് പോകും. പിന്നെ കയ്യിലൊന്നും മിച്ചം കാണത്തില്ല. അതാണ് പലപ്പോഴും പലയിടത്തും നടക്കുന്നത്. അപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്ന മലയാളികൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഒരു നല്ലൊരു ഫിനാൻഷ്യൽ ഫ്രീഡം ചെന്നെത്തണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ഗൾഫ് ജീവിതം മതിയാക്കി നാട്ടിലേക്ക് തിരിച്ച് വളരെ സുഖകരമായി സാമ്പത്തികമായി സ്വസ്ഥതയോട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇക്കാര്യങ്ങളിൽ ശ്രദ്ധിച്ചേ മതിയാവും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.